എന്ന് സ്വന്തം പുണ്യാളൻ നമ്മുടെ ബാലു വർഗീസിൻ്റെ അതുപോലെ തന്നെ അർജുൻ അശോകൻ്റെയും അനശ്വര രാജൻ്റെയൊക്കെ പുതിയ സിനിമയാണ്. സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല, ഒരു വൺ ടൈം വാച്ച് എന്നൊക്കെ പറയാൻ പറ്റും. സിനിമയുടെ ഒരു തീം നല്ലതാണ്, പക്ഷേ അത് നമ്മളെ എൻഗേജ് ചെയ്യിക്കുന്ന ഒരു സംഭവമൊന്നും പടത്തിലില്ല. അതായത് പടത്തിൻ്റെ മെയിനായിട്ടുള്ള പ്രശ്നമായിട്ട് തോന്നിയ എനിക്കതാണ്, നമ്മളെ ഇമോഷണലി കണക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ സിനിമയിലോട്ട് നമ്മളെ ആകർഷിച്ച് നിർത്തുന്ന ഒരു സംഭവം സിനിമയിലില്ല. നമുക്കിങ്ങനെ ചുമ്മാ കണ്ടുകൊണ്ടിരിക്കുക എന്നല്ലാണ്ട് സിനിമയായിട്ട് നമുക്കൊരു കണക്ഷൻ തോന്നില്ല. ഇതിൻ്റെ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത് ചെറിയൊരു സംഭവമാണ്. ഫസ്റ്റ് ഹാഫിലേക്ക് അതങ്ങോട്ട് വലിച്ചു നീട്ടി, വേറെ ഒന്നുമില്ല. സിനിമ തുടങ്ങി കുറച്ചു നേരം കഴിയുമ്പോൾ തന്നെ ഈ ഒരു സംഭവം നടക്കും. പക്ഷേ അതങ്ങോട്ട് വലിച്ചു നീട്ടി ഇൻ്റർവെൽ വരെ കൊണ്ടുവന്ന് ഇൻ്റർവെല്ലിന് ശേഷം, അതായത് ക്ലൈമാക്സിനോടൊക്കെ അടുക്കുന്ന സമയത്ത് പടം കുഴപ്പമില്ല. അതായത് ആ ഒരു സമയത്ത് ചെറിയ ട്വിസ്റ്റും പരിപാടികളൊക്കെ വരുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും നിങ്ങൾ അത്യാവശ്യം സിനിമയൊക്കെ കാണുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാവുന്നൊരു സ്റ്റോറി തന്നെയാണ്. അങ്ങനെ വലിയ ട്വിസ്റ്റോ കാര്യങ്ങളൊന്നുമല്ല, പക്ഷേ എന്നാലും കുഴപ്പമില്ല. ഒരു സാധാരണ പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം കുഴപ്പമില്ലാത്തൊരു ട്വിസ്റ്റൊക്കെ ഉണ്ട്. ഇനി പെർഫോമൻസ് പറയാനാണെന്നുണ്ടെങ്കിൽ എടുത്തു പറയാനായിട്ട് ഒരേ ഒരാളുള്ളത് നമ്മുടെ അനശ്വര രാജനാണ്. ഏത് റോൾ കൊടുത്താലും നല്ല പക്കയായിട്ട് ചെയ്യുന്ന ഒരാളാണ്. ഇന്നലെ ആസിഫ് അലിയുടെ സിനിമ കണ്ടേ ഉള്ളൂ, അതിനകത്തും നല്ല കിടിലനായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ സിനിമയ്ക്കകത്ത് ആയിക്കോട്ടെ നല്ല കിടിലനായിട്ട് ചെയ്തിട്ടുണ്ട്. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതിനകത്തൊരു ഫൈറ്റും പരിപാടിയൊക്കെ ഉണ്ട്. അതായത് നമ്മുടെ അർജുൻ അശോകനും അനശ്വര രാജനൊക്കെ ആയിട്ട് ഫൈറ്റ് ഉണ്ട്. പിന്നെ ക്ലൈമാക്സിൽ ഒരു ഫൈറ്റൊക്കെ ഉണ്ട്. ഫൈറ്റ് എന്ന് പറയുമ്പോൾ അർജുൻ അശോകനായിട്ടുള്ള ഫൈറ്റാണ്. സാധാരണ ഒന്നും തള്ളൊന്നും അല്ലാത്ത അത്യാവശ്യം മാർഷൽ ആർട്സ് ഒക്കെ പഠിച്ചിട്ട് ചെയ്യുന്ന ആൾക്കാർ ചെയ്യുന്ന പോലത്തെ ഒരു ഫൈറ്റാണ്. അത് നല്ല കിടിലനായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഈ സിനിമയിൽ ഏറ്റവും വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്ന അർജുൻ അശോകൻ്റെ കാര്യത്തിലാണ്. എനിക്ക് അർജുൻ അശോകൻ ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാൻ സിനിമ കാണാൻ തന്നെ വെച്ചത്. പക്ഷേ പുള്ളിയുടെ ഒരു പെർഫോമൻസ് എന്ന് വെച്ചാൽ അങ്ങനെ എടുത്തു പറയാനായിട്ടൊന്നുമില്ല. നമ്മുടെ രോമാഞ്ച സിനിമയുണ്ടല്ലോ, ആ സിനിമയിലെ ഏകദേശം ആ ഒരു ടൈപ്പിലുള്ള റോളാണ്. പക്ഷെ അത് നമുക്ക് എന്താണെന്ന് വെച്ചാൽ പക്ഷേ അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ രോമാഞ്ചത്തിലെ കഥാപാത്രത്തിനെ ഒന്ന് ഇമിറ്റേറ്റ് ചെയ്യുന്ന പോലെ തോന്നും. അത് കുറച്ച് ഓവറായിട്ട് തോന്നി. സിനിമയിലെ നായകൻ എന്ന് പറഞ്ഞാൽ അർജുൻ അശോകനല്ല, ബാലു വർഗീസാണ്. മച്ചാനും ഈ പറയുന്ന പോലെ അങ്ങനെ ഓവറായിട്ട് ചെയ്യാനുള്ള കഥാപാത്രമൊന്നുമല്ല, ഒരു പള്ളിയിലച്ചൻ്റെ കഥാപാത്രമാണ്. അത് നീറ്റായിട്ട് തന്നെ പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ട്. സിനിമയിൽ തന്നെ വെറുപ്പിച്ച ഒരാളെന്ന് പറഞ്ഞാൽ നമ്മുടെ രഞ്ജി പണിക്കരാണ്. പുള്ളി ഒരു പള്ളിയിലച്ചനായിട്ടാണ്, പക്ഷേ പുള്ളിയുടെ കഥാപാത്രം കാണുമ്പോഴത്തേക്കും ഭയങ്കര ഇറിറ്റേഷൻ തോന്നും. ആ രീതിയിൽ അഭിനയ പുള്ളിക്കാരൻ്റെ. സിനിമ മൊത്തത്തിൽ പറയാനാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലാത്തൊരു പടമാണ്. അങ്ങനെ വലിയ സംഭവങ്ങളൊന്നും ഇല്ലെങ്കിലും കണ്ടിരിക്കാവുന്ന കുഴപ്പമില്ലാത്തൊരു പടമാണ്. ക്ലൈമാക്സ് അത്യാവശ്യം കൺവിൻസിംഗ് ആയിട്ടുള്ള ക്ലൈമാക്സ് ആണ്. പടം കുഴപ്പമില്ല, കണ്ടിരിക്കുക.